നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ശ്രവിച്ചത് അർജുനൻ മാത്രമാണെന്നാണ് നമ്മളിൽ മിക്കവരുടെയും ധാരണ. അർജുനനോടൊപ്പം മറ്റൊരാൾ കൂടി ഭഗവാനിൽ നിന്ന് നേരിട്ട് ഗീതോപദേശം ശ്രവിച്ചു. അത് സഞ്ജയനാണ്. ഒരുപക്ഷെ അർജുനനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിച്ചത് സഞ്ജയനാണെന്നതിൽ സംശയമില്ല. കാരണം നാനാവിധ വികാരത്തിനും അടിമപ്പെട്ട് കർത്തവ്യം മറന്നുപോയി വിഷാദഗ്രസ്തനായിരുന്നു ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുമ്പോഴത്തെ അർജുനൻ. അത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അർജുനൻ ഗീതോപദേശത്തെ ഏകദേശമേ ഗ്രഹിച്ചിട്ടുണ്ടാകൂ. എന്നാൽ സത്യധർമ്മത്തിൽ ഉറപ്പുള്ളയാളും ആത്മജ്ഞാനിയുമായ സഞ്ജയൻ ഗീതോപദേശത്തെ അതിൻ്റെ പൂർണ്ണതയോടെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുണ്ടായ ഭാഗ്യത്തെ ആവർത്തിച്ചു പറഞ്ഞ സഞ്ജയൻ ഒടുവിൽ പറയുന്ന വാക്യത്തോടെയാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: എവിടെയാണോ യോഗീശ്വരനായ ശ്രീകൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഒത്തുചേർന്നിരിക്കുന്നത്, അവിടെ ഐശ്വര്യവും വിജയവും മഹാത്മ്യവും നിത്യമായ നീതി നിർവഹണവും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതായിരുന്നു സഞ്ജയൻ ഏറ്റവും ഒടുവിൽ പറയുന്നത്. തുടർന്ന് ഗുരുവചനം. ഏതേതു വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത്, ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ. ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. പ്രലോഭാദ്യൈരർത്ഥാഹരണപരതന്ത്രോ ധനിഗൃഹേ പ്രവേശോദ്യുക്തഃ സൻഭ്രമതി ബഹുധാ തസ്കരപതേ ഇമം ചേതശ്ചോരം കഥമിഹ സഹേ ശങ്കര വിഭോ തവാധീനം കൃത്വാ മയി നിരപരാധി കുരു കൃപാം. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. തീർത്തും പ്രലോഭനങ്ങളിൽപ്പെട്ട് എൻ്റെ മനസ്സാകുന്ന കള്ളൻ ധനികൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ തയ്യാറാകുന്നു. തസ്കരമതിയായ ഭഗവാനെ, എൻ്റെ മനസ്സാകുന്ന കള്ളനെ അങ്ങ് അധീനമാക്കിയാലും. എൻ്റെ മനസ്സാകുന്ന കള്ളനെ എനിക്ക് സഹിക്കാനാകുന്നില്ല. എല്ലാവർക്കും ആനന്ദം നൽകുന്നവനായ ഭഗവാനെ, നിശ്ചയമായും എൻ്റെ മനസ്സാകുന്ന കള്ളനെ അങ്ങ് എടുക്കണം. ശങ്കരാചാര്യരുടെ ശിവാനന്ദലഹരിയിലെ 22-ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം.
ശിവാനന്ദലഹരിയിൽ 22-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പലവിധ പ്രലോഭനങ്ങളിൽപ്പെട്ട് മോഷ്ടിക്കാൻ വേണ്ടി, അർത്ഥാഹരണത്തിന് വേണ്ടി തീർത്തും പരവശനായി തീർന്ന എൻ്റെ മനസ്സാകുന്ന കള്ളൻ ഒരു പണക്കാരൻ്റെ വീട്ടിൽ പോയി മോഷണം ചെയ്യാൻ പുറപ്പെട്ടു. പ്രവേശോദ്യുക്ത, മോഷണത്തിന് പ്രവേശിക്കാൻ പരിശ്രമിച്ചു, ഉദ്യമിച്ചു. സൻ ഭ്രമതി ബഹുധാ, പല പ്രകാരം ഭ്രമിക്കുകയാണ് മനസ്സാകുന്ന കള്ളൻ. മനസ്സാകുന്ന കള്ളൻ ഭ്രമിക്കുകയാണ്. കാരണം അത് പ്രലോഭാദ്യൈഹി, പ്രലോഭനം തുടങ്ങിയവയാലാണ് ഭ്രമിക്കുന്നത്. വിഷയങ്ങളിലുള്ള ആകർഷണത്തെ ഉണ്ടാക്കി തീർക്കുന്ന പ്രലോഭനങ്ങൾ, ആ പ്രലോഭനങ്ങളെ കൊണ്ട് മനസ്സ് ഭ്രമിക്കുകയാണ്. അങ്ങനെ ഭ്രമിച്ച മനസ്സ് പരതന്ത്രനായിരിക്കുകയാണ്. പരതന്ത്രനായ മനസ്സ്, പരവശനായ മനസ്സ് ധനിഗൃഹേ പ്രവേശോദ്യുക്ത, ധനികൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഉദ്യുക്തനായിരിക്കുകയാണ്. ആ സമയത്ത് പിടിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. പിടിക്കപ്പെട്ടു, പോലീസിനാൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ രാജാവിനാൽ പിടിക്കപ്പെട്ടു എന്നിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവനെ സ്വാധീനമാക്കിയിട്ട് എന്നെ വെറുതെ വിടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൽപ്പന ചെയ്യാം. ആ സമയത്ത് പറയുകയാണ്, ഹേ തസ്കരപദേ, അങ്ങ് എന്തായാലും തസ്കരപതിയാണല്ലോ. ഒരു കള്ളൻ, ഒരു കൊള്ളക്കാരൻ തസ്കരനാകാം, പക്ഷെ തസ്കരപതിയാവില്ല. തസ്കരപതിയാകണമെങ്കിൽ തസ്കരന്മാർ ധാരാളം തൻ്റെ കീഴിൽ വേണം. നീ തസ്കരപതിയല്ലേ, അതുകൊണ്ട് എന്ത് വേണം? ഇമം ചേതശ്ചോരം, ഈ മനസ്സാകുന്ന എൻ്റെ ചേതസ്, എൻ്റെ മനസ്സാകുന്ന ചോരനെ തവ അധീനം കൃത്വ, നിനക്കധീനമാക്കിയിട്ട്. എന്തിന് നിനക്കധീനമാക്കണം? പറയുകയാണ്, കഥമിഹ സഹേ ശങ്കര വിഭോ, ഹേ ശങ്കര, ഹേ വിഭോ, കഥമിഹ സഹേ, ഞാൻ എങ്ങനെ സഹിക്കൂവനെ? എൻ്റെ മനസ്സാകുന്ന കള്ളനെ എനിക്ക് സഹിക്കാൻ വയ്യ. കാരണം അവൻ വേണ്ടാധീനങ്ങളിലൊക്കെ കൊണ്ടുചെന്ന് ചാടിക്കുകയാണ്. ധനിഗൃഹേ പ്രവേശോദ്യുക്തനായിരിക്കുകയാണ്. ധനികൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ തയ്യാറായിരിക്കുക. ഇതിന് ഞാൻ എങ്ങനെ സഹിക്കും? എല്ലാ വേണ്ടാധീനങ്ങളിലേക്കും അവൻ വലിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എനിക്കിവനെ സഹിക്കാൻ വയ്യ, എനിക്കിവനെ വേണ്ട. അതേസമയത്ത് നിനക്ക് വന വേണം, കാരണം നീ തസ്കരപതിയല്ലേ, നിനക്കിവന് ഉപകാരം ചെയ്യും. അതുകൊണ്ട് തവ അധീനം കൃത്വ, നിനക്ക് അധീനനാക്കിയിട്ട്, ഈ എൻ്റെ മനസ്സാകുന്ന കള്ളനെ നിനക്ക് അധീനനാക്കിയിട്ട്. അവിടെ സംബോധന ചെയ്യുന്നത് ശങ്കര, ശം കരോതീതി ശങ്കര. ശം സുഖം, ആനന്ദം. അപ്പോൾ സുഖത്തെ ചെയ്യുന്നവൻ, എല്ലാവർക്കും മംഗളകരമായ സുഖത്തെ ചെയ്യുന്നവനാണ് ശങ്കരൻ. എനിക്കും നീ സുഖത്തെ ചെയ്താലും, കാരണം എനിക്കിവനെ സഹിക്കാൻ വയ്യ. ഇവനെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ദുഃഖിതനാണ്. നീ ആകട്ടെ ശങ്കരനാണ്. അതുകൊണ്ട് എൻ്റെ ദുഃഖം ഇല്ലാതാക്കി എനിക്ക് സുഖത്തെ ചെയ്യണമെങ്കിൽ നിശ്ചയമായും ഇവനെ നീ എടുക്കണം. എന്നല്ല, നീ തസ്കരപതി ആയതുകൊണ്ട് നിനക്ക് ഇവൻ ഉപകാരവും ചെയ്യും. ഹേ ശങ്കര, ഹേ വിഭോ, എല്ലാമായി ഭവിക്കുന്നത് നീ തന്നെയല്ലേ, എല്ലാത്തിനെ ഭവിപ്പിക്കുന്നതും നീയല്ലേ. അതുകൊണ്ട് നിനക്ക് അനായാസേന ഈ എൻ്റെ മനസ്സാകുന്ന തസ്കരനെ എടുക്കാൻ പറ്റും. നീ വിഭുവല്ലേ. അങ്ങനെ തപാധീനം കൃത്വ എന്ത് ചെയ്യണം? മയി നിരപരാധേ കൃപാം കുരു, നിരപരാധനായ എന്നിൽ, ഒരപരാധവും ചെയ്യാത്തവനായ എന്നിൽ നീ കൃപയെ ചെയ്താലും. ഇവിടെ തന്നെയും മനസ്സിനെയും വേർതിരിച്ചു കാണുന്നു. മനസ്സ് ചെയ്യുന്ന വ്യാപാരങ്ങളെ കൊണ്ട് താൻ അപരാധിയായതായിട്ടും പുണ്യവാനായതായിട്ടും ഒക്കെ തന്നെ കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ പുണ്യകരവും പാപകരവുമായ പ്രവൃത്തികൾ ചെയ്യുന്നത് താനല്ല, മനസ്സാണ്. മനസ്സുമായുള്ള സംഘം കൊണ്ട്, താതാത്മ്യം കൊണ്ട് മനസ്സിൻ്റെ വിക്രിയകളെ തന്നിലേക്ക് അധ്യാരോപിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ മനസ്സിൻ്റെ ഉപാധിത്വം മാറ്റിക്കഴിഞ്ഞാൽ താൻ ഒരപരാധവും ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല. ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ സ്ഥിതിയിൽ മനസ്സാകുന്ന കള്ളനെ നീ എടുത്തുകൊള്ളൂ. എന്നിട്ട്
എൻ്റെ നിരപരാധിത്വം സ്ഥാപിച്ചാലും ഈ സരസമായ അങ്ങേയറ്റം മനോഹരമായ കാൽപ്പനിക ഭാവം നിറഞ്ഞ ഈ ശ്ലോകം താനും മനസ്സുമായുള്ള അല്ലെങ്കിൽ താനും ഉപാധികളുമായുള്ള ഭിന്നതയെ ബോധിച്ച് ആകാനുള്ള പ്രാർത്ഥനയാണ്. അതിനെ തന്നെ നമുക്ക് തീർത്തും സരസമായി ശിവൻ്റെ തസ്കരപതി എന്ന ഭാവത്തെ മുൻനിർത്തി മനസ്സാകുന്ന ചോരനെ കൊണ്ടുപോകണേ എന്നുള്ള പ്രാർത്ഥനയുമാണ്. ഇതെല്ലാം തന്നെ കവിത്വവും ഭക്തിഭാവവും എല്ലാം നിറഞ്ഞ ഒരു ഭാവപ്രകടനം ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രത്യേകം പറയട്ടെ. തുടർന്ന് കരോമേ ത്വത്പൂജാം സപതി സുഖദോ മേ ഭവവിഭോ വിധിത്വം വിഷ്ണുത്വം ദിശസി ഖലു തസ്യാ ഫലമിതി പുനശ്ച ത്വാം ദ്രഷ്ടും ദിവി ഭുവി വഹൻ പക്ഷിമൃഗദാം അദൃഷ്ട്വാ തത്ഖേദം കഥമിഹ സഹേ ശങ്കര വിഭോ. തന്നിൽ ഏകീഭാവമാണ് തനിക്ക് വേണ്ടത്, ശിവനിലുള്ള ഏകീഭാവം. അല്ലാതെ ശിവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് പല പല സിദ്ധിവിശേഷങ്ങളുമോ ദേവത്വം തന്നെയോ പ്രാപിച്ചാലും പ്രയോജനമില്ല. അതിനും അപ്പുറത്തുള്ള ഏകീഭവനമാണ് വേണ്ടത്. ഈ ഒരു ആശയമാണ് അടുത്ത ശ്ലോകത്തിൽ, ഈ ശ്ലോകത്തിൽ 23-ാം ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക് പോകാം. നമസ്കാരം. തന്ത്രശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിയും വികാസവും അതുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ലോകത്തിലുള്ള എല്ലാ മതചിന്തകളും ആരംഭിച്ചിട്ടുള്ളത് ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും സമസ്ത ചരാചരങ്ങളും എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. ഗുഹാമനുഷ്യൻ തൊട്ട് ഏറ്റവും ആധുനിക സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി രഹസ്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെയൊക്കെ ബിഗ് ബാങ് തിയറി പോലെ അത്തരത്തിലുള്ള അതിനൂതനമായ കണ്ടെത്തലുകളെ ആശ്രയിച്ചും കൊണ്ടാണ് ആധുനിക സയൻസ് ഈ വിഷയത്തെ ഇന്ന് സമീപിക്കുന്നത്. എന്നാൽ തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് സമാനമായ മറ്റൊരു പദ്ധതിയാണ് അല്ലെങ്കിൽ മറ്റൊരു ചിന്താധാരയാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും പരമമായ ഒരു ചൈതന്യം, ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ഒരു ഊർജപ്രവാഹം, ആ ഊർജപ്രവാഹത്തെ തന്ത്രം വിളിച്ചത് ശിവൻ എന്നാണ്. ഈ ഊർജപ്രവാഹത്തിൽ നിന്നുണ്ടാകുന്ന ദ്രവ്യത്തെ, ആ ദ്രവ്യത്തെ ശിവൻ വിളിച്ചിട്ടുള്ളത് ശക്തി എന്നാണ്. മാറ്റർ ആൻഡ് എനർജി എന്ന ആധുനിക ഫിസിക്സിൻ്റെ ഒരു ഭാഷയിലുള്ള പദത്തെ തന്നെ ഊർജമെന്നും ദ്രവ്യമെന്നുമുള്ള പദത്തെ കൊണ്ട് തന്ത്രം ഇവിടെ നിർവചിക്കുന്നു, ശിവനെന്നും ശക്തിയെന്നും. ഇതേ വിഷയത്തെ സാഖ്യദർശനത്തിലും വളരെ മറ്റൊരു വിഷയത്തിൽ ഇതേ ഒരു ഊർജപ്രവാഹത്തെ സമീപിച്ചിട്ടുള്ളത് പ്രകൃതി എന്നും പുരുഷൻ എന്നുമുള്ള, ഈ ആദ്യത്തെ ഊർജപ്രവാഹത്തെ പുരുഷനെന്നും അതിൽ നിന്നുണ്ടായ ദ്രവ്യത്തെ പ്രകൃതി എന്നുമുള്ള ഒരു ദർശനം സാഖ്യദർശനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള വസ്തുത, ആ ഒരു വസ്തുത തന്നെയാണ് ശിവനും ശക്തിയും അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും. ഈ രണ്ടിൻ്റെയും സംയോഗാവസ്ഥ, ആ സംയോഗാവസ്ഥയാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ഉണ്മ എന്നാണ് തന്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഒരു പ്രകൃതിയിൽ നിന്ന് പുരുഷനെ വേർതിരിക്കാനാകാത്തതുപോലെ ശിവനിൽ നിന്ന് ശക്തിയെ വേർതിരിക്കാനാകാത്തതുപോലെയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വസ്തുതയെ നമുക്ക് രണ്ടായി പിരിച്ച് കാണുവാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിന് നമ്മൾ ഒരു ഗ്ലാസ്സിൽ അല്പം പാലെടുത്ത് ഈ പാലിനെ വേർതിരിച്ചാൽ, ഈ ആ പാലിൻ്റെ മുഴുവൻ ഘടകങ്ങളെയും വേർതിരിച്ചാൽ പാലിന് പിന്നെ പാല് എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടാവുകയില്ല. കുറച്ച് ജലാംശവും ഒപ്പം തന്നെ അതിനകത്ത് പലതരം മൂലകങ്ങളും വ്യത്യസ്തമായ തലത്തിലാണ് അത് അവിടെ അതിനെ എല്ലാത്തിനെയും ഒന്നിച്ച് സമ്മേളിപ്പിച്ചാൽ
അത് വളരെ കൃത്യമായി അതിന് പാലെന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ശിവനും ശക്തിയും. ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ ഇതിനെ വേർപിരിക്കുന്നതോടുകൂടി പ്രപഞ്ചം എന്ന് പറയുന്ന തലം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും എന്നാണ് തന്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രത്തിൻ്റെ സൃഷ്ടി മുതലായ കാര്യങ്ങളെ മുഴുവൻ സങ്കല്പിക്കുന്നത് ഈ ശിവശക്തി ഐക്യസ്വരൂപമായിട്ടുള്ള ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും ചേർന്നിരിക്കുന്ന ഒന്നായി ചേർന്നിരിക്കുന്ന ഒരു മഹാമൈഥുന്യാവസ്ഥയാണ് തന്ത്രം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു പദ്ധതിയായി സ്വീകരിച്ചിട്ടുള്ളത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പാലക്കാടിന്റെ ഗ്രാമചൈതന്യങ്ങളുടെ കേദാരഭൂമികളിലൊന്നാണ് കുനിശ്ശേരി ഗ്രാമം. മലനിരകൾക്ക് താഴെയുള്ള കൃഷിഭൂമികളിലേക്ക് വീശുന്നത് പാലക്കാടിന്റെ സ്വന്തം കാറ്റ് തന്നെ. അഗ്രഹാരങ്ങളിലെ രഥോത്സവങ്ങളിൽ ദൈവചൈതന്യം തേരിലേറുമ്പോൾ ഗ്രാമങ്ങളിലെ കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ കുമ്മാട്ടിക്കളികളും ആനയും അമ്പാരിയുമായി ഉത്സവങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയായി. ഈ ഗ്രാമ നൈർമല്യങ്ങളുടെ ആത്മീയ ചരിത്ര സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും. ഇവിടെ കുനിശ്ശേരി ഗ്രാമവും ഇവിടുത്തെ മനുഷ്യരും ശ്രീ പൂക്കുളങ്ങര ദേവിക്ക് മുന്നിൽ അവരുടെ സ്വപ്നവും ജീവിതവും സമർപ്പിച്ച് ഉള്ളിൽ കെടാവിളക്കായി സൂക്ഷിക്കുന്നതും മഹത്തായ ഒരു ആത്മീയ പൈതൃകം തന്നെയാണ്. ഈ ആത്മീയ പൈതൃകം തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ആത്മാവിലും പരമാത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും. അഭയസ്വരൂപിണിയായ ദേവി തന്റെ ഭക്തരുടെ സംരക്ഷണത്തിനും സാമൂതിരി രാജാവിന്റെ അഹങ്കാരത്തിന്റെ പടയോട്ടത്തിനെ തകർക്കുന്നതിനുമായി ദേവീശക്തി തന്റെ സ്ത്രീജനങ്ങളിലേക്ക് പ്രസാദിപ്പിച്ചു. ദേവി അരുൾ ചെയ്തതുപോലെ വലതുകൈയിൽ ചൂലും ഇടതുകൈയിൽ മുറവുമായി ഇവിടുത്തെ സർവ്വ സ്ത്രീജനങ്ങളും തങ്ങളുടെ മണ്ണിനായുള്ള അവസാന പോരാട്ടത്തിനായി സാമൂതിരിയുടെ സൈന്യത്തിനു നേരെ തിരമാലകൾ പോലെ അലറിപ്പാഞ്ഞു. ആർത്തിരമ്പി വരുന്ന പെൺപടയിലെ ഓരോ സ്ത്രീകളെയും ഉഗ്രരൂപിണിയായ ദേവിയെപ്പോലെയാണ് സാമൂതിരിയുടെ സൈന്യം കണ്ടത്. ശക്തരായ സൈന്യം യുദ്ധം മറന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ച് തിരിഞ്ഞോടുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ദേവിയുടെ മായാപ്രതിഭാസത്തെ അതിജീവിക്കാൻ ആർക്കാണ് കഴിയുക?
രാജാവിൽ നിന്നും കാലാന്തരത്തിൽ ക്ഷേത്രത്തിന്റെ സർവാധികാരങ്ങളും ഗ്രാമവാസികളിൽ വന്നു ചേരുകയും അന്നു മുതൽ തങ്ങളുടെ പരദേവതയായ ശ്രീ പൂക്കുളങ്ങര ദേവിയെ 3 ദേശങ്ങളുടെ കെടാവിളക്കായും ദിവ്യ ചൈതന്യമായും കണ്ട് ഗ്രാമവാസികൾ സർവാചാരപ്രകാരമുള്ള പൂജാവിധികളും ഉത്സവങ്ങളും നടത്തിവരുന്നു. ശ്രീമൂല ഗണപതി, ശ്രീ സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ, ഭൈരവൻ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവത പ്രതിഷ്ഠകൾക്ക് പുറമെ കിഴക്കോട്ട് തിരുനടയായി പ്രത്യേക ശ്രീകോവിലിൽ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ കൂടിയുള്ളതിനാൽ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാരും ധാരാളമായി തന്നെ ഇവിടെ എത്താറുണ്ട്. ദേവിയുടെ ശ്രീമൂലസ്ഥാനമായി സങ്കല്പിച്ച് വിശ്വസിച്ചു വരുന്ന സ്വയംഭൂ പ്രതിഷ്ഠയുള്ള തെക്കേ മന്നവും ജയ ജയ ഹേ മധുസൂദന കാമിനി, ജയ ജയ ഹേ മധു. ഇതേ ചൈതന്യം പ്രസരിക്കുന്ന തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ശ്രീ വേട്ടക്കരൻ കാവ്, മുല്ലക്കൽ ക്ഷേത്രം എന്നീ ഉപക്ഷേത്രങ്ങളിലും നിത്യേന ദീപം തെളിയിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നുണ്ട്. പൂക്കുളങ്ങര ദേവീക്ഷേത്രം മറ്റു പ്രാചീന ക്ഷേത്രങ്ങളിലേതുപോലുള്ള ശില്പചാതുരികൾക്കപ്പുറം രൂപഭംഗി കൊണ്ട് ചുറ്റമ്പലവും ശ്രീകോവിലുമൊക്കെ സ്നേഹമയിയായ ദേവീ സന്നിധിയിലേക്ക് നമ്മെ വരവേൽക്കുന്നു. षडाधार पङ्केरुहान्तर्विराजत् सुषुम्नान्तराळेति तेजोलसन्तीं सुधामण्डलं द्रावयन्तीं पिबन्तीं सुधामूर्तिमीढे चिदानन्दरूपा. ज्वलत्कोटिबालार्कभासारुण